പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി MLA വെടിയേറ്റു മരിച്ചു എന്നതാണ് വാർത്ത. ലുധിയാന വെസ്റ്റ് MLA ഗുർപ്രീത് ഗോഗിയാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. അത് എന്തായാലും ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇപ്പോൾ വിശദീകരണം വന്നിട്ടുണ്ടല്ലോ, ഇത് അബദ്ധത്തിൽ വെടിയേറ്റതാണെന്ന്. എന്താണ് ശരിക്കും സംഭവിച്ചത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന പ്രജിൻ. പഞ്ചാബിൽ നിന്നും ഒരു ദുഃഖ വാർത്ത അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് ഇന്ന് രാവിലെ എന്നുള്ളത് ഏറെ നിർണായകമാണ്. പഞ്ചാബിലെ ലുധിയാന വെസ്റ്റ് MLA ഗുർപ്രീത് ഗോഗി ബസി അദ്ദേഹം വെടിയേറ്റ് മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. അദ്ദേഹത്തെ തുടർന്ന് അടുത്തുള്ള DMC ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തന്നെ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത്. തലയിൽ വെടിയേറ്റ നിലയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. വെടിയേറ്റ് മരിച്ചു എന്ന പ്രാഥമികമായ നിഗമനമുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ സ്ഥിരീകരണം ഉണ്ടാകൂ എന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ഡെപ്യൂട്ടി സൂപ്രണ്ട് അടക്കമുള്ള ഉന്നതർ ഈ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് അദ്ദേഹത്തിന് വെടിയേറ്റത് എന്നാണ് കുടുംബാംഗങ്ങൾ അറിയിക്കുന്നത്. അബദ്ധത്തിൽ വെടി ഏൽക്കുകയായിരുന്നു എന്നുമാണ് കുടുംബാംഗങ്ങളുടെ വിശദീകരണം. എന്നാൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. 2022 ഈ പഞ്ചാബ് നിയമസഭയിലേക്ക് ഗുർപ്രീത് ഗോഗി തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ ഇടെയായി പാർട്ടിയുമായും അദ്ദേഹം ചെറിയ തോതിൽ അകൽച്ചയിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് 2022 അദ്ദേഹം തന്നെ തറക്കല്ലിട്ട വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാത്തതിന്റെ നിരാശയിൽ കഴിഞ്ഞ വർഷം 2024 ആ തറക്കല്ല് അദ്ദേഹം തകർത്ത സംഭവം ഉണ്ടായിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പായി ഈ പഞ്ചാബ് സ്പീക്കർ കുൽത്താർ സിംഗ് സദ്വാനെ കാണുകയും അടുത്തിടെ പ്രഖ്യാപിച്ച ശുചീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു. MP സന്ത് ബാബ ബൽബീർ സിംഗുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. കൂടാതെ ഇന്നലെ വൈകിട്ടോടുകൂടി സമീപത്തുള്ള അദ്ദേഹത്തിന്റെ മണ്ഡലം ഉൾപ്പെടുന്ന പ്രാചീൻ ശീത്ല മാതാ മന്ദിർ സന്ദർശിക്കുകയും ഈ ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കവർച്ച ചെയ്യപ്പെട്ട വെള്ളി ആഭരണങ്ങൾ അത് തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് വിശ്വാസികൾക്ക് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ മരണം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ അത്യന്തം ദുരൂഹത തുടരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും മരണകാരണവും തുടർന്ന് മറ്റ് വിശദാംശങ്ങളും പുറത്തുവരിക എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്.